ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി വലിയ പണ്ഡിതനായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ കുശാഗ്ര ബുദ്ധിക്കാരനായിരുന്നു. ജനങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള വലിയൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു തത്ത കച്ചവടക്കാരൻ്റെയും അദ്ദേഹത്തിന് തത്ത വാങ്ങിയ ഒരാളുടെ ഇടയിലുള്ള ഒരു പ്രശ്നം തീർക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാൻ കഴിയും. ഷാഫി ഇമാം ഒരിക്കൽ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടു. ഒരാൾ തത്ത കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, അയാളുടെ മുന്നിൽ കുറേ തത്തകളുണ്ട്. മറ്റേ ആൾ അയാളുടെ അടുത്ത് നിന്ന് തത്ത വാങ്ങിയ ഒരാളാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്ക് അടിയുടെ വക്കോളം എത്തി നിൽക്കുമ്പോഴാണ് ഷാഫി ഇമാം അവരുടെ മുന്നിൽ ചെല്ലുന്നത്. അപ്പോൾ ഇമാം ഷാഫി റഹ്മാൻ അവരോട് ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ തത്ത വാങ്ങിയ ആൾ പറഞ്ഞു, ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് തത്ത വാങ്ങിച്ചു. ഇയാൾ തത്ത കച്ചവടക്കാരനാണ്. ഇയാളുടെ പരസ്യം കേട്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, 24 മണിക്കൂർ സംസാരിക്കുന്ന തത്തയാണെന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാൻ അത് കേട്ടിട്ട് അങ്ങനെ വിശ്വസിച്ച വാങ്ങിയത്. വീട്ടിൽ കൊണ്ടു നോക്കുമ്പോൾ 24 മണിക്കൂർ സംസാരിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു. എനിക്കിപ്പോൾ ഈ തത്തയെ തിരിച്ചു കൊടുത്തിട്ട് കാശ് മേടിച്ചു. അതാണ് എൻ്റെ വിഷയം. വിറ്റയാൾ പറയുന്നത് ഞാൻ തിരിച്ചു കൊടുക്കില്ല, കാശ് തിരിച്ചു കൊടുക്കില്ല. ഞാൻ 24 മണിക്കൂർ സംസാരിക്കുന്നു പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിട്ട് ഇടക്കിടക്കൊക്കെ 24 മണിക്കൂറിൽ ഇടക്കിടക്ക് സംസാരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കച്ചവടക്കാർക്ക് ഇങ്ങനെ ചില ബെഡായികളുണ്ടല്ലോ, സാധനം ചെലവാകാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു വെച്ചു. ഷാഫി ഇമാം രണ്ടുപേരും ഇത് കേട്ടിട്ട് പറഞ്ഞു, ഒരു ഹദീസ് പറയാണ് ഷാഫി ഇമാം. ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു തആല സഹാബിയാക്കൾപ്പെട്ട ഒരു വനിതയാണ്, ഖുറൈശിയാണ് അവർ. ആദ്യകാലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ വളരെ പ്രമുഖയായ ഒരു സഹാബിയ വനിതയാണ് ഇപ്പോൾ ഈ ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു തആല. അവരെ അവരുടെ ഭർത്താവ് തലാഖ് ചെയ്തു. അങ്ങനെ ഒരു വിധവയായി. അപ്പോൾ അവർ രണ്ടുപേരും ഇവരെ വിവാഹം ആലോചിച്ചു വന്നു. ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാന്റെ മോനാണ്. മറ്റത് അബുൽ ജഹം എന്ന് പറയുന്ന മറ്റൊരു സഹാബിയാണ്. രണ്ടുപേരും ഫാത്തിമ ബിന്ത് ഖൈസിന്റെ അടുക്കൽ കല്യാണം കഴിക്കാൻ വേണ്ടി അന്വേഷിച്ചു. കല്യാണാലോചന നടന്നു. അപ്പോൾ ഫാത്തിമ ബിന്ത് ഖൈസിന്റെ വിശ്വാസികൾ ചെന്ന് നബിയോട് പറഞ്ഞു, എന്നെ രണ്ടുപേരും കല്യാണം ആലോചിച്ചു. ഒന്ന് മുആവിയാണ്, മറ്റൊന്ന് അബുൽ ജഹമാണ്. ഞാൻ ആരെ തെരഞ്ഞെടുക്കേണ്ടത് ചോദിച്ചു. അവൻ വിശ്വാസം പറഞ്ഞു, അമ്മ മുആവിയ മുആവിയ ആണെങ്കിൽ ദരിദ്രനാണ്, എല്ലാ മാലലും അവരുടെ അടുത്ത് കാശില്ല. അതുകൊണ്ട് നീ മുആവിയെ തെരഞ്ഞെടുത്താൽ പ്രയാസപ്പെടേണ്ടി വരും, സാമ്പത്തികം ഇല്ലാത്ത ആളാണ്. ഈ മുആവിയാണ് പിന്നീട് ഭരണാധികാരിയെ മാറി, അബൂ സുഫിയാന്റെ മകനാണ്. ഇപ്പൊ പൈസ ഇല്ല, ഇപ്പൊ ദരിദ്രനാണ്. അമ്മ അബുൽ ജഹം മറ്റേ ആൾ അബുൽ ജഹമാണെങ്കിൽ സ്ത്രീകളെ നന്നായി അടിക്കുന്നയാളാണ്. ലായവറു അസാഹു എന്നാർത്തിക്കുന്ന ചുമലിൽ നിന്നും വടിയിറക്കി വെക്കാത്തയാളാണ്. അങ്ങനെ സ്ത്രീകളെ അടിക്കുന്നയാളാണ്. അതുകൊണ്ട് ഈ ഉസാമത്ത് ബിൻ സെയ്ദിനെ കല്യാണം കഴിച്ചാൽ മതി, അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചാൽ മതി. നബി ഒരു മൂന്നാമത്തിന് പുതിയാപ്പിളനെ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ആരാ ഉസാമത്ത് ബിൻ സെയ്ദ്? നബിയുടെ വളർത്തുപുത്രനാണ് സെയ്ദ്, അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമ. ഇത് കേട്ടപ്പോൾ ഫാത്തിമ ബിന്ത് ഖൈസിനെ കൈവന്ന ഉസാമേനെ കല്യാണം കഴിക്കാനോ ചോദിക്കാൻ കാരണം, ഫാത്തിമ ബിന്ത് ഖൈസ് ഖുറൈശി വനിതയാണ്, സൗന്ദര്യമുള്ള സ്ത്രീയാണ്, സമ്പന്നയാണ്, ഖുറൈശി കുടുംബ മഹിമയുള്ള പെണ്ണാണ്. നബി നിർദ്ദേശിച്ച പുതിയാപ്പിള ഉസാമയാണെങ്കിലും സെയ്ദിന്റെ മകനാണ്, ഒരു അടിമയായിരുന്നു, മോചിപ്പിക്കപ്പെട്ട അടിമയാണ് ഉസാമ. അപ്പോൾ ഒരു യോജിപ്പില്ല. തന്നെയല്ല, കറുകറുത്ത മനുഷ്യനാണ് ഉസാമ എന്ന് പറയുന്നത്. കറുത്ത മനുഷ്യന്, തൊലി കറുത്ത മനുഷ്യൻ. ഇവരാണെങ്കിൽ നല്ല സുന്ദരിയായ സുഖിയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവർ ചോദിച്ചു, ഉസാമയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉസാമയെ കല്യാണം കഴിച്ചോളാം. ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉസാമയെ നീ സ്വീകരിച്ചോളാം. അങ്ങനെ ഏതായിരുന്നാലും നബിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഉസാമ ഇവര് ഫാത്തിമ ബിന്ത് ഖൈസ് ഭർത്താവായി സ്വീകരിക്കുന്നു. പിന്നീട് അവർ പറയുന്നുണ്ട്, എനിക്ക് നല്ല ജീവിതം കിട്ടിയെന്ന് അവർ പറയുന്നുണ്ട്. ഒരു യുദ്ധവേളയിൽ ഉസാമയാണ് വിശ്വാസിന് അമീറായിട്ടുള്ളത്, ഒരു യുദ്ധത്തിന് അമീറായിട്ടുള്ളത്. ആ യുദ്ധ അണികളിൽ അബൂബക്കർ ഉമർ ഉണ്ടെന്നാണ്. അപ്പൊ ചില ആളുകൾ ആക്ഷേപം പറഞ്ഞു. ഈ അബൂബക്കർ ഉമറും ഉസാമയുടെ മുന്നിൽ ചെന്നിട്ട് അയ്യുഹൽ അമീർ, നേതാവെ എന്ന് വിളിക്കണ്ടേ? അതൊരു മോശമല്ലേ? ഇതറിഞ്ഞ വിശ്വാസികൾ പറഞ്ഞു, എനിക്ക് ഉസാമയുടെ ഇഷ്ടമാണ്. അള്ളാഹുവിനോടും റസൂലിനോടും ഇഷ്ടമുണ്ടെങ്കിൽ അവൻ ഉസാമയെ ഇഷ്ടപ്പെടണം.
ഉസാമ ഞാൻ ഇഷ്ടപ്പെടുന്നയാളാണ്, നിങ്ങൾ വിചാരിക്കും പോലെ തൊലി കറുത്തത് കൊണ്ടോ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതുകൊണ്ടോ ഉസാമ മോശക്കാരനല്ല എന്ന് പറഞ്ഞ് എനിക്ക് തിരുത്തുന്നുണ്ട്. ഈ ഹദീസാണ് ഷാഫിമ അവരുടെ ഇടയിൽ വെച്ചത്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയുന്നത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂൽ ജഹലിനെ കുറിച്ച് പറഞ്ഞ പരാതി എന്താണ്? അബൂൽ ജഹൽ പെണ്ണുങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്, വടി തോളിൽ ഇറക്കി വെക്കാത്ത ആളാണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം അബൂൽ ജഹലിന്റെ 24 മണിക്കൂർ ഇങ്ങനെ പെണ്ണുങ്ങൾ അടിക്കില്ല പണി എന്നല്ല അർത്ഥം. അബൂൽ ജഹൽ സ്വഭാവമായിട്ട് അടി കൂടിയ ആളാണ്. എത്ര ആ അർത്ഥം എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ തത്തക്കച്ചവടക്കാരനും പറഞ്ഞത് 24 മണിക്കൂർ സംസാരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ഉദ്ദേശമുള്ളൂ. നബിയും അതുപോലെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ തത്ത വാങ്ങിയാൽ സമാധാനപ്പെടുത്തിയ കച്ചവടം അങ്ങനെ ഇതാക്കി വിട്ടുന്ന അതാണ് ചരിത്രം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹു വബിഹംദിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു